സഹകാരി റൈസ് പ്ലസിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് പുതിയൊരു ടോപ്പിക്കാണ്. ടോപ്പിക്ക് റിലേറ്റീവ് പ്രൊനൗൺ ആണ്. അപ്പോൾ എന്താണ് റിലേറ്റീവ് പ്രൊനൗൺ, ഇവയുടെ ഉപയോഗം എന്താണ്, ഇവ എങ്ങനെയാണ് ചോദ്യങ്ങളായിട്ട് വരുന്നത്? കുട്ടികളെ, റിലേറ്റീവ് പ്രൊനൗൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പഠിച്ചോ. ഹൂ ഉപയോഗിക്കാറുണ്ട്, അതുപോലെ ഹൂസ്, ഹൂമ്, വിച്ച്, ദാറ്റ്, വാട്ട്, വെയർ. ഏതൊക്കെയാണ്? കുറച്ചെന്നോടൊപ്പം പറഞ്ഞേ. ഹൂ, ഹൂസ്, ഹൂമ്, അതുപോലെ വിച്ച്, ദാറ്റ്, വാട്ട്, വെയർ. ഒരു തവണ കൂടെ പറഞ്ഞേ. ഹൂ ഉപയോഗിക്കാറുണ്ട്, അതുപോലെ ഹൂസ് ഉപയോഗിക്കാറുണ്ട്, ഹൂം ഉപയോഗിക്കാറുണ്ട്, വിച്ച് ഉപയോഗിക്കാറുണ്ട്, ദാറ്റ് ഉപയോഗിക്കാറുണ്ട്, വാട്ട്, വെയർ. ഇത്രയാണ് റിലേറ്റീവ് പ്രൊനൗൺ ആയിട്ട് ഉപയോഗിക്കുന്നത്, പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവ നിങ്ങൾ ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ വേർഡ് അല്ലേ, പിന്നെ എന്തുകൊണ്ട് റിലേറ്റീവ് പ്രൊനൗൺ ആയെന്ന്. ഒരു സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ ഈ വാക്കുകൾ വന്നു കഴിഞ്ഞാൽ, സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ ഈ വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞാൽ അതൊരു ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ സെൻറ്റൻസ് ആയിട്ട് മാറും. എന്നാൽ ഇത് സെൻറ്റൻസിൻ്റെ നടുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, സെൻറ്റൻസിൻ്റെ മധ്യഭാഗത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് റിലേറ്റീവ് പ്രൊനൗൺ ആയിട്ട് മാറുന്നു. അതായത് ഇതൊരു കണക്റ്റിംഗ് വേർഡായിട്ട് മാറുന്നു, സെൻറ്റൻസിനെ യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കായിട്ട് മാറുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡുകളെ ഒരു കണക്റ്റിംഗ് വേർഡായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് പറയാം? അതിനെ റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറയാം. അപ്പോൾ നമുക്കിത് ചോദ്യങ്ങളായിട്ട് എങ്ങനെയൊക്കെയാണ് വരുന്നത്? പൊതുവേ ചോദ്യങ്ങൾ കൂടുതലും വരുന്നത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ് വരുന്നത്. ഡാഷ് വന്നിട്ട് ഫില്ലപ്പ് ചെയ്യാനുള്ള ചോദ്യങ്ങളാണ്. രണ്ടാമത്തെ തരം ചോദ്യം എന്ന് പറയുന്നത് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരിക്കും. അതിൽ റിലേറ്റീവ് പ്രൊനൗൺ കറക്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഏത്, അതായത് കറക്റ്റ് സെൻറ്റൻസ് കണ്ടെത്തുക, ഇൻകറക്റ്റ് സെൻറ്റൻസ് ഏത് എന്നൊക്കെ ചോദിക്കും. മൂന്നാമത്തെ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എറർ കറക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. തെറ്റ് തിരുത്താനുള്ള സെൻറ്റൻസുകൾ, തെറ്റ് തിരുത്തി എഴുതുക എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അടുത്തൊരു ചോദ്യം 4 പാർട്ടായിട്ട് തിരിച്ചിട്ട് ശരിയായിട്ടുള്ള പാർട്ട് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള പാർട്ട് സ്പോട്ട് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ പല തരത്തിൽ ചോദ്യങ്ങൾ വരും. ഭൂരിഭാഗം ചോദ്യങ്ങളും ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ് വരുന്നത്. സ്കൂൾ ടെക്സ്റ്റിൽ 10ാം ക്ലാസ്സിൽ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെടുത്തി ചോദ്യങ്ങളുണ്ട്. അപ്പോൾ 10ാം ക്ലാസ്സിൽ ആ ചോദ്യം നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വർക്കൗട്ട് സെക്ഷനിൽ ക്വസ്റ്റ്യൻ വർക്കൗട്ടിൽ അതും കൂടെ നമ്മൾ ചെയ്യും. അപ്പോൾ സ്കൂൾ ടെക്സ്റ്റിൽ വരുന്ന ചോദ്യങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് വെച്ച് തന്നെ ചെയ്ത് പഠിക്കണം. അപ്പോൾ അങ്ങനെ വരുന്ന ചോദ്യങ്ങളെല്ലാം ഞാൻ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നോക്കിയേ, അപ്പോൾ നമ്മൾ റിലേറ്റീവ് പ്രൊനൗൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഹൂ, ഹൂസ്, ഹൂമ്, വിച്ച്, ദാറ്റ്, വാട്ട്, വെയർ. നോക്കി, ഇത് വളരെ പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാം. ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് വളരെ വേഗം നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരം സാധനങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഓരോന്നിൻ്റെയും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് പഠിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്യുന്നു. ഇതിൽ ആദ്യം പഠിക്കുന്നതാണ് ഹൂ എന്ന് പറയുന്നത്. ഒരു ചെറിയ കാര്യം, പേഴ്സണലിയാണ്, വ്യക്തികളെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസിൽ മാത്രമേ നമ്മൾ എന്ത് ഉപയോഗിക്കാറുള്ളൂ? ഹൂ ഉപയോഗിക്കാറുള്ളൂ. ഹ്യൂമൻ ബീയിങ് ആണ്. അതായത് സബ്ജക്റ്റ് എന്ത് വരും കുട്ടികളെ? ഒരു പേഴ്സണെ സൂചിപ്പിക്കുന്ന വാക്ക് വരും. അത്തരം ചോദ്യങ്ങളിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഹൂ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഹൂവിനെ പറയുന്നത്, അപ്പോൾ നമ്മൾ സെൻറ്റൻസുകൾ മേക്ക് ചെയ്യുമ്പം പേഴ്സൺസ് ബേസ്ഡ് സെൻറ്റൻസുകൾ വരാറുണ്ട്, പേഴ്സൺ സബ്ജക്റ്റായി വരുന്ന സെൻറ്റൻസുകൾ വരാറുണ്ട്, അനിമൽ സബ്ജക്റ്റായിട്ട് വരുന്ന സെൻറ്റൻസുകൾ വരാറുണ്ട്, തിങ്സ് സബ്ജക്റ്റായിട്ട് വരുന്ന സെൻറ്റൻസുകൾ വരാറുണ്ട്, പിന്നെ അതുപോലെ നോൺ ലിവിങ് തിങ്സ് വരുന്ന സബ്ജക്റ്റുകൾ വരാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ധാരാളം സബ്ജക്റ്റുകൾ വരാറുണ്ട്. അതിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സബ്ജക്റ്റുകൾ വരുന്ന സെൻറ്റൻസിൽ മാത്രമേ എന്തുപയോഗിക്കാൻ പാടുള്ളൂ? ഹൂ ഉപയോഗിക്കാൻ പാടുള്ളൂ. മനുഷ്യരുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റുകൾ, അതായത് മാൻ എന്നോ അല്ലെങ്കിൽ ബോയ്, ഗേള്, ഡോക്ടർ, എൻജിനീയർ, ഇങ്ങനെയുള്ള ഹ്യൂമൻ ബീയിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സബ്ജക്റ്റുകൾ വരുന്ന സെൻറ്റൻസിൽ മാത്രമേ ഹൂ ഉപയോഗിക്കാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഒരു ഇക്വേഷൻ പഠിച്ചേ. പേഴ്സൺ പ്ലസ് ഹൂ പ്ലസ് ഓക്സിലറി ഓർ മെയിൻ വെർബ്. പറഞ്ഞേ, ഉറച്ചനോടും പറഞ്ഞേ. പേഴ്സൺ പ്ലസ് ഹൂ പ്ലസ് ഓക്സിലറി ഓർ മെയിൻ വെർബ്. പേഴ്സൺ പ്ലസ് ഹൂ പ്ലസ് ഓക്സിലറി ഓർ മെയിൻ വെർബ്. ഓക്കെ, എന്താണ് കാര്യം? ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസിൽ ഡാഷ് കഴിഞ്ഞ്, ഹൂ എന്ന് പറയുന്ന ഡാഷിലാണ് വരുന്നത്, ഡാഷ് കഴിഞ്ഞ് തൊട്ടടുത്തായിട്ട് ഒരു ഓക്സിലറി വെർബ് വരാം, അല്ല എങ്കിൽ മെയിൻ വെർബ് വരാം. ഒരു ഓക്സിലറി വെർബ് വരാം, അല്ല എങ്കിൽ മെയിൻ വെർബ് വരാം. ഒരു പേഴ്സണെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസുകളിൽ ഡാഷ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന വാക്ക് നോക്കുക, അതൊരു ഓക്സിലറി വെർബോ അല്ല എങ്കിൽ മെയിൻ വെർബോ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം കുട്ടികളെ? ഹൂ ഉത്തരമായിട്ട് എഴുതാം. എങ്കിൽ നമുക്ക് അവിടെ എന്തെഴുതാം? ഹൂ ഉത്തരമായിട്ട് എഴുതാം. അപ്പോൾ എന്താണ് ഈ ഓക്സിലറി? ഈസ് മുതൽ ഓട്ടിറ്റ് വരെ വരുന്ന വാക്കുകൾക്ക് പറയുന്ന പേരാണ് ഏതെന്ന് പറയുന്ന കുട്ടികളെ? ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്. ഈസ് മുതൽ ഓട്ടിറ്റ് വരെ വരുന്ന വാക്കുകളാണ് ഓക്സിലറി.
ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഒരു തവണ എന്നോട് പറഞ്ഞേ. ഈസ്, ആമ്, ആറ്, വാസ്, വെയറ്, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, വില്ല്, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, യൂസ്ഡ് ടു, ഡെയർ, നീഡ്, ഔട്ട് ടു. ഇനി എന്താണ് ഈ മെയിൻ വെർബ്? പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് മെയിൻ വെർബ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് കൂട്ടില്ല? വാക്ക്, ഈറ്റ്, സ്ലീപ്പ്, സിങ്, ഡാൻസ്, ഇങ്ങനെയൊക്കെ വരുന്ന വാക്കുകളെല്ലാം മെയിൻ വെർബുകൾ എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ പറയാൻ കൂട്ടില്ല? പേഴ്സൺ പ്ലസ് ഹൂ പ്ലസ് ഓക്സിലറി ഓർ മെയിൻ വെർബ്. പറഞ്ഞേ, പേഴ്സൺ പ്ലസ് ഹൂ പ്ലസ് ഓക്സിലറി ഓർ മെയിൻ വെർബ്. ഒരു തവണ കൂടെ പറഞ്ഞേ, പേഴ്സൺ പ്ലസ് ഹൂ പ്ലസ് ഓക്സിലറി ഓർ മെയിൻ വെർബ്. ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന സെന്റൻസുകളിൽ ഡാഷ് കഴിഞ്ഞിട്ട് ഓക്സിലറി അല്ലെങ്കിൽ മെയിൻ വെർബാണ് വരുന്നതെങ്കിൽ ഹൂ ഉത്തരം. ചോദ്യങ്ങളിലേക്ക് പോവാം. ചോദ്യം നോക്കിയേ. ദിസ് ഈസ് ദ മാൻ ഡാഷ് സ്റ്റോൾ യുവർ ബൈസൈക്കിൾ യെസ്റ്റർഡേ. കണ്ടല്ലോ, ഇവിടെ മാൻ എന്ന് പറയുന്നത് പേഴ്സണെ സൂചിപ്പിക്കുന്ന വാക്കാണ്. ഡാഷിൻ്റെ സ്റ്റോൾ എന്ന് പറയുന്നത് ഒരു മെയിൻ വെർബാണ്. ഉത്തരം ഏത് വരും കുട്ടികളെ? നമുക്ക് ഒരു വ്യക്തിയെ, വേറെ ഒന്നും വരില്ല, നമുക്ക് ഏതാണോ നമ്മൾ പഠിച്ചത് അത് മാത്രമേ ഉള്ളൂ. നമുക്ക് വ്യക്തിയെ സൂചിപ്പിക്കുന്ന സെൻസ് ഡാഷിൻ്റെ മെയിൻ വെർബ് വന്നു. ഉത്തരം ഏതാ? നമുക്ക് അവിടെ ഹൂ ഉത്തരമായിട്ട് വരുന്നു. ഏത് വരുന്നു കുട്ടികളെ? ഹൂ ഉത്തരമായിട്ട് വരുന്നു. ഇതാ ഹൂ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഷീ ഈസ് വൺ ഓഫ് ദ ഗേൾസ് ഡാഷ് നോ ദ ആൻസർ. ഷീ ഈസ് വൺ ഓഫ് ദ ഗേൾസ് ഡാഷ് നോ ദ ആൻസർ. നിങ്ങൾ പറഞ്ഞേ. ഹൂ ഉണ്ട്, ഹൂസ് ഉണ്ട്, ഹൂമുണ്ട്, വിച്ച് ഉണ്ട്. പറ. നോക്ക്, അവിടെ തന്നിരിക്കുന്നതിൽ ഗേൾ എന്ന് പറയുന്ന പേഴ്സണെ സൂചിപ്പിക്കുന്നു. ഡാഷിൻ്റെ നോ എന്ന് പറയുന്ന മെയിൻ വെർബ്. ഉത്തരം ഏതാ? ഹൂ. ഹൂ ഉണ്ട്, ഹൂസ്, ഹൂമ്, വിച്ച്. ഏത് വരുന്നു? ഹൂ അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ദ മാൻ ഡാഷ് കെയിം യെസ്റ്റർഡേ വാസ് ഹെർ അങ്കിൾ. കണ്ടല്ലോ, ഇവിടെ മാൻ എന്ന് പറയുന്ന പേഴ്സൺ ആണ്, അതുപോലെ കെയിം എന്ന് പറയുന്ന മെയിൻ വെർബാണ്. ഉത്തരം ഏത് വരാം? ഹൂ ഉത്തരമായിട്ട് വരുന്നു. വിച്ച്, ഹൂ, ഹൂമ്, ദാറ്റ്. ഏത് വരുന്നു കുട്ടികളെ? ഹൂ അവിടെ ഉത്തരമായിട്ട് വരുന്നു. കണ്ടോ, ഇപ്പോൾ പേഴ്സണെ സൂചിപ്പിക്കുന്ന സെന്റൻസ് ഡാഷ് കഴിഞ്ഞിട്ട് ഓക്സിലറി അല്ലെങ്കിൽ മെയിൻ വെർബ് ആണെങ്കിൽ ഹൂ ഉത്തരം. മറ്റൊരു ചോദ്യം നോക്കിയേ. ദിസ് ഈസ് ദ ബോയ് ഡാഷ് ഈസ് ഗോയിങ് ടു സ്കൂൾ. കണ്ടല്ലോ, അവിടെ ബോയ് എന്ന് പറയുന്ന പേഴ്സണെ സൂചിപ്പിക്കുന്നു. ഈസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ്. ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന സെന്റൻസ് ഡാഷ് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ് എന്ന്. ഉത്തരം ഏതാ? ഹൂ. ഓപ്ഷനിൽ ഹൂസ്, ഹൂമ്, ഹൂ, വിച്ച്. ഏത് വരുന്നു കുട്ടികളെ? ഹൂ അവിടെ ഉത്തരമായിട്ട് വരുന്നു. മറ്റൊരു ചോദ്യം നോക്കിയേ. വി റെസ്പെക്ട് പീപ്പിൾ ഡാഷ് സ്പീക്ക് ദ ട്രൂത്ത്. കണ്ടല്ലോ, ഓപ്ഷനിൽ ഹൂ ഉണ്ട്, ഹൂമ്, വിച്ച്, ഹൂസ്. ഏത് വരുന്നു? നോക്ക്, പീപ്പിൾ എന്ന് പറയുന്നത് പേഴ്സൺ ആണ്, സ്പീക്ക് എന്ന് പറയുന്ന മെയിൻ വെർബ്. ഉത്തരം ഏത് വരാം? ഹൂ അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഏത് വരുന്നു? ഹൂ ഉത്തരമായിട്ട് വരുന്നു. ഇപ്പോൾ ഹൂവിൻ്റെ കണ്ടീഷൻ പറഞ്ഞ കൂട്ടിലെ ഒരൊറ്റ കണ്ടീഷനാണ് ഞാൻ പഠിപ്പിച്ചു തന്നത്. തീർന്നു, ഹൂ തീർന്നു. പറഞ്ഞേ, പേഴ്സൺ പ്ലസ് ഹൂ പ്ലസ് ഓക്സിലറി ഓർ മെയിൻ വെർബ്. വ്യക്തിയെ ഈ പേഴ്സൺ ഉള്ളിയാണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പേഴ്സൺ പ്ലസ് എന്ന് പറയണ്ട, ഹൂ പ്ലസ് ഓക്സിലറി ഓർ മെയിൻ വെർബ് എന്ന് പറഞ്ഞാൽ മതി. ഡാഷ് കഴിഞ്ഞിട്ട് ഓക്സിലറി അല്ലെങ്കിൽ മെയിൻ വെർബാണ് കിടക്കുന്നതെങ്കിൽ ഹൂ ഉത്തരം. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തതാണ് ഹൂസ്. ദാ രണ്ടാമത്തെ പ്രൊനൗൺ ആണ് ഹൂസ്. ഇത്രേ ഉള്ളൂ, ചെറിയൊരു ഇക്വേഷൻ. ഹൂസ് പ്ലസ് നൗൺ. സബ്ജക്റ്റ് എന്ത് വന്നാലും കുഴപ്പമില്ല, ഏത് സബ്ജക്റ്റ് വന്നാലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് സബ്ജക്റ്റ് പറയാത്തത്. ഇപ്പോൾ വ്യക്തിയെ സൂചിപ്പിക്കുന്ന വാക്കുകൾ വരാം, അതല്ലെങ്കിൽ ലിവിങ് തിങ്സ്, നോൺ ലിവിങ് തിങ്സ്, ആനിമൽസിൻ്റെ പേര് ഒക്കെ എന്ത് സബ്ജക്റ്റ് വന്നാലും കുഴപ്പമില്ല. പക്ഷേ ഡാഷ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് എന്ത് വരണം കുട്ടികളെ? ഒരു നൗൺ വരണം. നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിൻ്റെയും പേരായ ശബ്ദമാണ് കിടക്കുന്നതെങ്കിൽ ഹൂസ് ഉത്തരം. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ പറയാം? ഹൂസ് പ്ലസ് നൗൺ. തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഡാഷ് കഴിഞ്ഞിട്ട് നൗണാണ് വരുന്നതെങ്കിൽ ഹൂസ് ഉത്തരം. ഡാഷ് കഴിഞ്ഞിട്ട് നൗണാണ് വരുന്നതെങ്കിൽ ഹൂസ് ഉത്തരം അല്ലേ? അപ്പം തന്നിരിക്കുന്ന ചോദ്യത്തിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡാഷ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന വാക്കൊരു നാമമായിട്ടുള്ള വാക്കാണെങ്കിൽ, നാമമാണെങ്കിൽ ഹൂസ് ഉത്തരം. ചോദ്യങ്ങൾ നോക്കിയേ. ദ ബെഞ്ച് ഡാഷ് ലെഗ്സ് ആർ ബ്രോക്കൺ മസ്റ്റ് ബി റിപ്പയർഡ്. കണ്ടല്ലോ തന്നിരിക്കുന്ന ചോദ്യം. ഹൂ ഉണ്ട്, ഹൂസ് ഉണ്ട്, ഹൂമുണ്ട്, ദാറ്റ് ഉണ്ട്. പറഞ്ഞു നോക്കിയേ. നോക്ക്, ഇവിടെ നമുക്ക് ഡാഷ് കഴിഞ്ഞിട്ട് കിടക്കുന്ന വാക്ക് ലെഗ്സ് എന്നാണ്. ലെഗ് എന്ന് പറഞ്ഞാൽ കാല്, അതൊരു നൗണാണ്. ഉത്തരം ഏത് വരുന്നു? ഹൂസ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. സബ്ജക്റ്റ് എന്ത് വന്നാലും കുഴപ്പമില്ല, അതിപ്പോൾ ഏത് സബ്ജക്റ്റ് വന്നാലും കുഴപ്പമില്ല. അടുത്ത ചോദ്യം നോക്കിയേ. ദിസ് ഈസ് ദ മാൻ ഡാഷ് പേഴ്സ് വാസ് ലോസ്റ്റ്. എന്ത് ചെയ്യുന്നു?
ലോസ്റ്റ് ഇൻ ദി ബസ് എന്നാണ് കേട്ടോ. ലാസ്റ്റ് ഇൻ ദി ബസ് എന്നല്ല, ലോസ്റ്റ് ഇൻ ദി ബസ്. ലോസ്റ്റ് ഇൻ ദി ബസ്. ഓക്കെ, പറഞ്ഞേ. ഇവിടെ നോക്ക്, മാൻ എന്ന് പറയുന്നത് പേഴ്സണെ സൂചിപ്പിക്കുന്നു. എന്ത് ചെയ്യുന്നു? പേഴ്സൺ ആണ്. പേഴ്സൺ എന്ന് പറയുന്നത് ഒരു നൗൺ ആണ്. നമുക്ക് പേഴ്സൺ വേണ്ട. ഓക്കെ, നൗൺ ആണ്. ഡാഷിന്റെ ഒരു നൗൺ വന്നിരിക്കുന്നു. ഉത്തരം ഏതാ? ഹൂസ് ഉത്തരമായിട്ട് വരുന്നു. ഏത് വരുന്നു? ഹൂസ് ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ദിസ് ഈസ് ദ എലിഫന്റ്. ദിസ് ഈസ് ദ എലിഫന്റ് ഡാഷ് വൺ ഐ ഈസ് ബ്ലൈൻഡ്. ഓപ്ഷൻ നോക്കിയേ. ഹൂ ഉണ്ട്, ഹൂസ് ഉണ്ട്, ഹൂം ഉണ്ട്, ദാറ്റ് ഉണ്ട്. നോക്കടോ, വൺ ഐ എന്ന് പറയുന്നത്, ഒരു കണ്ണ് എന്ന് പറയുന്ന ഒരു നൗൺ ആണ്. അതുകൊണ്ട് ഉത്തരം ഏത് വരുന്നു? ഹൂസ് അവിടെ ഉത്തരം. അപ്പോൾ ഹൂസിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് കൂട്ടല്ലേ? ഹൂസ് പ്ലസ് നൗൺ. അപ്പോൾ ഹൂസ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് എന്ത് വരണം? ഒരു നൗൺ വരണം. സബ്ജക്റ്റ് ഏതായാലും കുഴപ്പമില്ല. മറ്റൊരു ചോദ്യം നോക്കിയേ. ദിസ് ഈസ് ദ മാൻ ഡാഷ് ഡോട്ടർ സ്റ്റഡീസ് ഹിയർ. നിങ്ങൾ എന്നെ പറഞ്ഞു നോക്കിയേ. ഇവിടെ ഡോട്ടർ എന്ന് പറയുന്നത് മകൾ എന്ന അർത്ഥത്തില് ഒരു നൗൺ ആണ്. അതുകൊണ്ട് ഉത്തരം ഏത് വരുന്നു? ഹൂസ് വരുന്നു. ഹൂ, ഹൂം, ഹൂസ്, ദാറ്റ്. ഏത് വരുന്നു കൂട്ടല്ലേ? ഹൂസ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. മറ്റൊരു ചോദ്യം നോക്കിയേ. ഗംഗ ഈസ് ദ റിവർ ഡാഷ് വാട്ടർ ഈസ് കൺസിഡേർഡ് അസ് പ്യൂർ. നിങ്ങൾ എന്നെ പറഞ്ഞു നോക്ക്. നോക്ക്, വാട്ടർ എന്ന് പറയുന്നത് ഒരു നൗൺ ആണ്. ഡാഷ് കഴിഞ്ഞിട്ട് ഒരു നൗൺ വരുന്നുണ്ട്. ഉത്തരം ഏത് വരുന്നു? ഹൂസ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഏത് വരുന്നു? ഹൂസ്. അപ്പൊ നമുക്ക് ഹൂവിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞേ. ഹൂവിന്റെ കണ്ടീഷൻ, ഹൂ നമ്മൾ പറഞ്ഞത് പേഴ്സൺ പ്ലസ് ഹൂ പ്ലസ് ഓക്സിലറി മെയിൻ വെർബ്. അവിടെ സബ്ജക്റ്റ് പേഴ്സൺ തന്നെ വരണം, നിർബന്ധം. എന്നാൽ ഹൂസിലാണെങ്കിൽ ആ സബ്ജക്റ്റ് എന്ത് വന്നാലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ എങ്ങനെ പഠിക്കണം? ഹൂസ് പ്ലസ് നൗൺ എന്ന് പഠിക്കുക. ഓക്കെ ആണല്ലോ. മൂന്നാമത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് വീട്ടിലെ, വളരെ ചെറിയ കുഞ്ഞു കാര്യങ്ങൾ. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് ഉത്തരം തെറ്റിപ്പോണം. നിങ്ങൾ നോക്ക്, വലിയ വലിയ കാര്യം വല്ലതും പറഞ്ഞിട്ടുണ്ടോ? എല്ലാം വളരെ കുഞ്ഞു കാര്യങ്ങളിലൂടെയാണ് ഉത്തരങ്ങൾ പോകുന്നത്. ഇതൊന്നും ഓർമ്മയിലിരുന്നാൽ മാത്രം മതി. ഓക്കെ, മൂന്നാമത്താണ് ഹൂം എന്ന് പറയുന്നത്. ഹൂം എവിടെ ഉപയോഗിക്കാം നോക്കിയേ. ഇങ്ങനെ പഠിക്കുക. ഹൂം എന്ന് പറയുന്നതും പേഴ്സൺ ഉള്ളിയാണ്. അതായത് ഹൂ പോലെ തന്നെ ഹൂമും പേഴ്സൺ ഉള്ളിയാണ്. ഇപ്പം നിങ്ങൾക്ക് ഡൗട്ട് വരും, കാല അല്ലെങ്കിൽ മനുഷ്യ നിങ്ങൾ നേരത്തെ പറഞ്ഞത് ഏതല്ലേ? ഹൂ അല്ലേ? ഇവിടെ നമുക്ക് ഡൗട്ട് വരില്ലേന്ന് ചോദിക്കും. എന്നതല്ല, ഇത് ചെയ്യുന്നൂടെ വ്യത്യാസങ്ങളുണ്ട്. പേഴ്സണെ സൂചിപ്പിക്കുന്ന സെന്റൻസുകളിൽ തന്നെയാണ് ഹൂം ഉപയോഗിക്കുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഓക്സിലറിയോ മെയിൻ വെർബ് വരില്ല, വേറെ എന്തെങ്കിലും വാക്കായിരിക്കും. പഠിച്ചേ. പേഴ്സൺ പ്ലസ് ഹൂം പ്ലസ് പ്രോനൗൺ. ഇക്വേഷൻ എങ്ങനെ പറയാം? പേഴ്സൺ പ്ലസ് ഹൂം പ്ലസ് പ്രൊനൗൺ. ഇക്വേഷൻ പറഞ്ഞേ. പേഴ്സൺ പ്ലസ് ഹൂം പ്ലസ് പ്രോനൗൺ. ഓക്കെ, പ്രോനൗൺ എന്ന് പറഞ്ഞാൽ എന്താ? നാമത്തിന് പകരം ഉപയോഗിക്കുന്ന വാക്കുകളാണ് പ്രോനൗൺ. എന്താ വരുന്നു? ഏതൊക്കെയാണ് കൂട്ടലെ? ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ. ഏതൊക്കെയാണ്? ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ. അത് കൂടാണ്ട് ഉപയോഗിക്കുന്ന പ്രൊനൗണുകൾ ഏതൊക്കെയാ? എവരിബഡി, എവരി വൺ, എവരിത്തിങ്, സംബഡി, സംവൺ, സംതിങ്. അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്? സംബഡി, സംവൺ, സംതിങ്. എനിബഡി, എനിവൺ, എനിത്തിങ്. നോബഡി, നോ വൺ, നത്തിങ്, നണ്ണ്. ആള് ഒരു പ്രൊനൗണാണ്. അതുപോലെ മെനി ഒരു പ്രൊനൗണാണ്. ഇതൊക്കെ പ്രൊനൗണായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയുണ്ട്? ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ. ഇത് കൂടാണ്ട് ഉപയോഗിക്കുന്നത് എവരിബഡി, എവരി വൺ, എവരിത്തിങ്. സംബഡി, സംവൺ, സംതിങ്. എനിബഡി, എനിവൺ, എനിത്തിങ്. നോബഡി, നോ വൺ, നത്തിങ്. ആള്, മെനി ഒക്കെ പ്രൊനൗണായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്ത് ചെയ്യുന്നൂടെ? ഹൂമിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്? പേഴ്സൺ പ്ലസ് ഹൂം പ്ലസ് പ്രൊനൗൺ. പേഴ്സൺ പ്ലസ് ഹൂം പ്ലസ് പ്രൊനൗൺ. ഓക്കെ, അപ്പോൾ വ്യക്തിയെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസുകളിൽ ഡാഷ് കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് ഒരു പ്രോനോൺ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഉത്തരം ഹൂം മാത്രം. ക്ലിയർ ആണോ? ചോദ്യം നോക്കിയേ. ദിസ് ഈസ് ദ മാൻ. ദിസ് ഈസ് ദ മാൻ ഡാഷ് ഐ റെസ്പെക്ട് എ ലോട്ട്. ദിസ് ഈസ് ദ മാൻ ഡാഷ് ഐ റെസ്പെക്ട് എ ലോട്ട്. നോക്കടോ, മാൻ എന്ന് പറയുന്ന പേഴ്സണെ സൂചിപ്പിക്കുന്നു. ഐ എന്ന് പറയുന്നത് പ്രോനൗൺ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഉത്തരം ഏത് വരാം? ഉത്തരമായിട്ട് വരുന്നത് ഹൂം. ഓക്കെ, ഹൂം അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ദിസ് ഈസ് ദ പ്രിൻസിപ്പൾ ഡാഷ് എവരിബഡി ലൈക്സ്. ഉണ്ടല്ലോ, ഇവിടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആണ്. എവരിബഡി എന്ന് പറയുന്ന ഒരു പ്രോനോൺ. അപ്പോൾ ഡാഷിൻ്റെ പ്രോനോണ് ഒരു സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു പേഴ്സൺ. ഏത് ഉത്തരം വരുന്നു? ഹൂം അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഏത് വരുന്നൂടെ? ഹൂം വരുന്നു. അടുത്തൊരു ചോദ്യം നോക്കിയേ. ഷീ ഈസ് വൺ ഡാഷ് വി ക്യാൻ ട്രസ്റ്റ്. ഷീ ഈസ് വൺ ഡാഷ് വി ക്യാൻ ട്രസ്റ്റ്. നോക്കടോ, ഷീ എന്ന് പറയുന്നത് പേഴ്സണെ സൂചിപ്പിക്കുന്നു.
വി എന്ന് പറയുന്നത് ഒരു പ്രോനോൺ. ഉത്തരം ഏത് വരുന്നു കുട്ടികളെ? നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഹൂം അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഹൂം അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ ആണോ? ചോദ്യം നോക്കിയേ. ദ മാൻ ഡാഷ് യു മെറ്റ് എസ്റ്റർഡേ ഹാസ് ജസ്റ്റ് ലെഫ്റ്റ്. കണ്ടല്ലോ, ദ മാൻ ഡാഷ് യു മെറ്റ് എസ്റ്റർഡേ ഹാസ് ജസ്റ്റ് ലെഫ്റ്റ്. നിങ്ങൾ എന്നെ പറഞ്ഞു നോക്കിയേ. ഇവിടെ മാൻ എന്ന് പറയുന്നത് പേഴ്സൺ ആണ്, യു എന്ന് പറയുന്നത് ഒരു പ്രോനോൺ ആണ്. ഉത്തരമായിട്ട് വരുന്നത് ഏതാ? ഹൂം അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഏത് വരുന്നു? ഹൂം അവിടെ ഉത്തരമായിട്ട് വരുന്നു. മറ്റൊരു ചോദ്യം നോക്കിയേ. ദ ഗേൾ ടു ഡാഷ് യു സ്പോക്ക് എസ്റ്റർഡേ വാസ് മൈ സിസ്റ്റർ. കണ്ടല്ലോ, ദ ഗേൾ എന്ന് പറയുന്നത് പേഴ്സൺ ആണ്, ഡാഷ് ആൻഡ് യു എന്ന് പറയുന്ന സബ്ജക്റ്റ് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രോനോൺ വന്നിരിക്കുന്നു. ഉത്തരമായിട്ട് വരുന്നത് ഏതാ? ഹൂം അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഏത് വരുന്നു കൂട്ടില്ലേ? ഹൂം ഉത്തരമായിട്ട് വരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഹൂ പഠിച്ചു, അതുപോലെ ഹൂസ് പഠിച്ചു, അതുപോലെ ഹൂമ് പഠിച്ചു. ഹൂവിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്? ഹൂവിൻ്റെ കണ്ടീഷൻ പേഴ്സണെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസുകളിൽ ഡാഷ് കഴിഞ്ഞിട്ട് ഓക്സിലറി അല്ലെങ്കിൽ മെയിൻ വെർബ് വരുന്നു. എന്നാൽ ഹൂസ് ആണെങ്കിലാ ഡാഷ് കഴിഞ്ഞിട്ട് ഒരു നൗൺ വന്നു കഴിഞ്ഞാൽ ഹൂസ് ഉത്തരം. എന്നാൽ ഹൂം ആണെങ്കിലാ പേഴ്സണെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസിൽ ഡാഷ് കഴിഞ്ഞിട്ട് പ്രോനോൺ വരുന്നു. പ്രോനോൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാ? ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ. കൂടാണ്ടാണെങ്കിലോ എവരിബഡി, എവരി വൺ, എവരിത്തിങ്, സംബഡി, സംവൺ, സംതിങ്, എനിബഡി, എനിവൺ, എനിത്തിങ്, അതുപോലെ നോബഡി, നോ വൺ, നത്തിങ്, ഓള് ഒക്കെ പ്രൊനൗണായിട്ട് ഉപയോഗിക്കുന്നു. ഇനി അടുത്തത് വിച്ചാണ്. നമുക്ക് വിച്ചും ദാറ്റിൻ്റെയും കാര്യത്തിൽ വിച്ചും ദാറ്റും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കണ്ടീഷനും പഠിക്കണം, വിച്ച് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന കണ്ടീഷൻ പഠിക്കണം, ദാറ്റ് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന കണ്ടീഷൻ പഠിക്കണം. അപ്പോൾ ഇച്ചിരി വലിയ സാധനമാണത്. അപ്പോൾ നോക്കിയേ, വിച്ചും ദാറ്റും കോമൺ ആയിട്ട് എവിടെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. ആദ്യം വിച്ചും ദാറ്റും വിച്ച് ഉപയോഗിക്കാം, ദാറ്റ് ഉപയോഗിക്കാം. രണ്ടിൽ ഏതെങ്കിലും ഒന്നേ നമുക്ക് ഓപ്ഷനിൽ വരുള്ളൂ, ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. നോക്കിയാൽ അതിൻ്റെ കണ്ടീഷൻ തിങ്സ് ഓർ ആനിമൽസിനെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസുകളിൽ നമുക്ക് വിച്ച് ഉപയോഗിക്കാം, ദാറ്റ് ഉപയോഗിക്കാം. വസ്തുക്കളെയോ മൃഗങ്ങളെയോ സൂചിപ്പിക്കുന്ന സെൻറ്റൻസുകളിൽ വിച്ച് ഉപയോഗിക്കാം, ദാറ്റ് ഉപയോഗിക്കാം. ഡാഷ് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ് വരാം, അല്ലെങ്കിൽ മെയിൻ വെർബ് വരാം, അല്ലെങ്കിൽ പ്രൊനൗൺ വരാം. പറഞ്ഞ ഇക്വേഷൻ പറഞ്ഞ് തിങ്സ് ഓർ ആനിമൽ പ്ലസ് വിച്ച് ഓർ ദാറ്റ്. ഡാഷിൻ്റെ എന്തൊക്കെ വരാം? ഓക്സിലറി, മെയിൻ വെർബ്, പ്രൊനൗൺ. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും. നേരത്തെ അല്ലേ മനുഷ്യൻ നിങ്ങൾ പറഞ്ഞത് ഓക്സിലറി മെയിൻ വെർബും വരുന്നിടത്ത് എന്താണ് ഉപയോഗിക്കേണ്ടത്? ഹൂ ആണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു. എന്നാൽ പ്രൊനൗൺ വരുന്നിടത്ത് ഹൂമാണ് ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങളല്ലേ പറയും അല്ലേ? എന്നാൽ സബ്ജക്റ്റ് അതിലേക്ക് ഏതായിരുന്നു കൂട്ടില്ലേ? സബ്ജക്റ്റ് പേഴ്സൺ ആയിരുന്നു അല്ലേ? ഇവിടെ സബ്ജക്റ്റ് പക്ഷേ എന്താണ് വന്നിരിക്കുന്നത്? തിങ് അല്ലെങ്കിൽ ആനിമലാണ്. വസ്തുക്കളെയോ മൃഗങ്ങളെയോ സൂചിപ്പിക്കുന്നു. ഇവിടെ പേഴ്സൺ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, മറ്റേതിൽ പേഴ്സൺ ആയിരുന്നു. ഇവിടെ ഞാൻ നൗണ് പറഞ്ഞിട്ടില്ല. നൗണ് വരുമെന്ന് ഡാഷിന് നൗൺ വരുമെന്ന് പറഞ്ഞില്ല. നൗൺ എന്ന് പറഞ്ഞാൽ ഉത്തരം ഏതിലേക്ക് പോകും കൂട്ടില്ലേ? ഹൂസിലേക്ക് പോകും. അതുകൊണ്ട് നൗൺ എടുക്കൂല, വേറെ ഏത് വാക്കാണോ എടുക്കാം. ഇപ്പോൾ ഇക്വേഷൻ പറഞ്ഞ് തിങ്സ് അല്ലെങ്കിൽ ആനിമൽസിനെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസുകളിൽ ഡാഷ് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബ് അല്ലെങ്കിൽ പ്രോനൗൺ ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് വിച്ച് എഴുതാം, അതില്ലെങ്കിൽ ദാറ്റ് എഴുതാം. വിച്ചും ദാറ്റും എഴുതാം. രണ്ടും ശരിയാണ്. നമുക്ക് ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്നേ കാണുള്ളൂ. നോക്കിയേ, ചോദ്യം നോക്കിയേ. ദിസ് ഈസ് ദ ഡോഗ് ഡാഷ് ബൈറ്റ് മീ എസ്റ്റർഡേ. ദിസ് ഈസ് ദ ഡോഗ് ഡാഷ് ബൈറ്റ് മീ എസ്റ്റർഡേ. ഓപ്ഷൻ ഇല്ല, ഒന്ന് പറഞ്ഞു നോക്കിയേ. നമുക്ക് ഡോഗ് എന്ന് പറഞ്ഞ ആനിമൽ ആണ്. നമുക്ക് അവിടെ എന്ത് ഉപയോഗിക്കാം? വിച്ച് ഉപയോഗിക്കാം, അതുപോലെ ദാറ്റ് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഏതാണോ ഓപ്ഷനിൽ വന്നിരിക്കുന്നത് അത് എഴുതിയാൽ മതി. ഏതെങ്കിലും ഒന്നേ വരുള്ളൂ. നോക്കി അടുത്ത ചോദ്യം. ദിസ് ഈസ് ദ ബുക്ക് ഡാഷ് യു ഗേവ് മീ എസ്റ്റർഡേ. ദിസ് ഈസ് ദ ബുക്ക് ഡാഷ് യു ഗേവ് മീ എസ്റ്റർഡേ. നോക്കടോ, ഇവിടെ ബുക്ക് എന്ന് പറയുന്നത് ഒരു തിങ് ആണ്, യു എന്ന് പറയുന്നത് ഒരു പ്രോനോൺ ആണ് ഇല്ലേ? ഇവിടെ ബൈറ്റ് എന്ന് പറയുന്നത് മെയിൻ വെർബാണ് ഇല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? വിച്ചു എഴുതാം, അതുപോലെ ദാറ്റും എഴുതാം. വിച്ചു എഴുതാം, ഏതും എഴുതാം, ദാറ്റ് എഴുതാം. വിച്ചു എഴുതാം, ദാറ്റ് എഴുതാം. രണ്ടിൽ ഏതാണോ ഇത് ഓപ്ഷനിൽ വരുന്നത് അത് എഴുതിയാൽ മതി. അടുത്തൊരു ചോദ്യം നോക്കിയേ. ദിസ് ഈസ് ദ റോഡ് ഡാഷ് ടേക്സ് യു ടു ബസ് സ്റ്റാൻഡ്. കണ്ടല്ലോ, അവിടെ റോഡ് എന്ന് പറയുന്നത് ഒരു തിങ് ആണ്. റോഡ് എന്ന് പറയുന്നത് ഒരു തിങ് ആണ്. ടേക്സ് എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകുക അല്ലെങ്കിൽ വഹിക്കുക, അതൊരു മെയിൻ വെർബാണ്. ഉത്തരം ഏതെഴുതാം? വിച്ചു എഴുതാം, അതുപോലെ വിച്ചു എഴുതാം, അതുപോലെ ദാറ്റും എഴുതാം. വിച്ചു എഴുതാം, ദാറ്റ് എഴുതാം. രണ്ടിൽ ഏതുമാണ് എഴുതാം, വിച്ച് അല്ലെങ്കിൽ ദാറ്റ്. അടുത്ത് നോക്കിയേ. ദിസ് ഈസ് ദ ഫോർട്ട് ഡാഷ് വാസ് ബിൽറ്റ് ബൈ അക്ബർ. പറഞ്ഞു നോക്കിയേ, ഇവിടെ ഫോർട്ട് എന്ന് പറയുന്നത് ഒരു തിങ് ആണ്, വാസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബാണ്. ഉത്തരം ഏതെഴുതാം? വിച്ചു എഴുതാം, ഏതും എഴുതാം കുട്ടികളെ,
ദാറ്റ് എഴുതാം. വിച്ചും എഴുതാം, ദാറ്റ്, രണ്ടിൽ ഏത് വേണം അവിടെ എഴുതാം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പം വിച്ചും ദാറ്റും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ആദ്യത്തെ കണ്ടീഷൻ പറഞ്ഞു കൂട്ടല്ലേ, തിങ്സ് ഓർ ആനിമൽ പ്ലസ് വിച്ച് ഓർ ദാറ്റ്. തിങ്സ് ഓർ ആനിമൽ പ്ലസ് വിച്ച് ഓർ ദാറ്റ്. ഡാഷ് കഴിഞ്ഞിട്ട് എന്തൊക്കെ വരാം? ഓക്സിലറി വരാം, അല്ലെങ്കിൽ മെയിൻ വെർബ് വരാം, അല്ലെങ്കിൽ പ്രോനൗൺ വരാം. ക്ലിയർ ആണല്ലോ? ഇതാണ് റിലേറ്റീവ് പ്രൊനൗൺ. വളരെ കുഞ്ഞു ടോപ്പിക്ക്, വളരെ വേഗത്തിൽ തീർക്കാൻ പറ്റും, വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ്, പാടില്ല. ഓക്കെ, താങ്ക് യു.